ശബരിമല കൊള്ള. ഇതിലെല്ലാം പ്രധാനമായിട്ടും ശബരിമല മാത്രമല്ല, കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമുള്ള ഒരു വിഷയമാണല്ലോ ഈ ദേവസ്വം ഭൂമി കൊള്ള. ദേവസ്വത്തിന്റെ ഭൂമികൾ കയ്യേറുന്നതിനെ പറ്റിയിട്ടുള്ള ആ ഒരു കൊള്ളയും ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് രാഷ്ട്രീയങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്നില്ലേ? അല്ല, അതിനകത്തല്ല എനിക്ക് ഈ സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളൊരു കാര്യം, ദേവസ്വത്തിൻ്റെ അന്യാധീനപ്പെട്ട ഭൂമിയെക്കുറിച്ച് ഒരു ധവളപത്രം ഇറക്കാൻ സർക്കാർ തയ്യാറാകണം. കാരണം എല്ലാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമികൾ കേരളത്തിലുള്ള വളരെ പ്രമാണിമാരായിട്ടുള്ളവരാണ് കയ്യേറി കൈവശം വെച്ചിരിക്കുന്നത്. അതിൽ 400 ഏക്കർ വരുന്ന ഭൂമി, പന്തല്ലൂർ ക്ഷേത്രത്തിൻ്റെ 400 ഏക്കർ വരുന്ന ഭൂമി കയ്യേറി വെച്ചിട്ടുള്ളത് മലയാള മനോരമയാണ്. ആ ഭൂമി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് കോടതി ഉത്തരവ് വന്നിട്ട് അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ക്ഷേത്രത്തിൻ്റെ ഭൂമി കുറേ കൊല്ലങ്ങളായിട്ട് നിയമരഹിതമായി കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ മാത്രമല്ല, വേറെ ഒരുപാട് വ്യക്തികളും സംഘടനകളും ദേവസ്വത്തിൻ്റെ ഭൂമി കയ്യേറിയിട്ടുണ്ട്. അതിൽ മലബാറിലാണെങ്കിൽ ദേവസ്വത്തിൻ്റെ ഭൂമി കയ്യേറിയിട്ടുള്ളത് പ്രധാനമായിട്ടും മുസ്ലിങ്ങളാണെങ്കിൽ, തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ അത് കയ്യേറിയിട്ടുള്ളത് ക്രിസ്ത്യാനികളുമാണ്. ഈ ഹിന്ദുക്കളിൽപ്പെട്ട പ്രമാണിമാരും സംഘടനകളും ഈ ദേവസ്വം ഭൂമി കയ്യേറിയിട്ടുണ്ട്. ദേവസ്വം ഭൂമി കയ്യേറിയിരിക്കുന്നത് എത്രയാണ്, എങ്ങനെയാണ്, എവിടെ പോയി എന്ന് കൃത്യമായിട്ടൊരു കണക്കുമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യം തന്നെ എടുക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഏതെല്ലാം ക്ഷേത്രങ്ങൾക്ക് എവിടെയെല്ലാം എത്രയെല്ലാം ഭൂമി രേഖകൾ പ്രകാരമുണ്ട്, അത് കൈവശം ഇപ്പോൾ എത്രയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പോലും ലഭ്യമല്ല. കാരണം ഈ ദേവസ്വം ഭരണാധികാരികളായിട്ട് വരുന്നവർക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് താല്പര്യമില്ലാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമി കയ്യേറ്റക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഭൂമി കയ്യേറ്റക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് സത്യത്തിൽ രാഷ്ട്രീയക്കാരും അവരോടൊപ്പമാണ് ചേർന്ന് നിൽക്കുക. അല്ലാതെ അവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഈ ദേവസ്വത്തിന് ഈ ഭൂമി കിട്ടേണ്ടതാണ് എന്നൊരു രീതി ഇവർക്കില്ല, ഒരു കാരണവശാലും ഇല്ല. കാരണം അത് വേറൊരു രീതിയിലുള്ള ഒരു സംഭവമാണ് എന്നാണ് പറയുക. അപ്പോൾ ഇതിങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് വസ്തുത. എത്ര ഭൂമി ആരൊക്കെ കോടാനുകോടി രൂപയുടെ ഭൂമിയാണ് ഇത്തരത്തിൽ പ്രബലരായ വ്യക്തികളും സംഘടനകളും ചേർന്ന് ദേവസ്വത്തിൻ്റെ കൈയടക്കി വെച്ചിട്ടുള്ളത്. അത് ദേവൻ്റെ സ്വത്താണത്, ഹൈന്ദവ സമാജത്തിൻ്റെ സ്വത്താണ്, ദേവീ ദേവന്മാരുടെ ഭക്തജനങ്ങളുടെ സ്വത്താണ്. അതെവിടെയൊക്കെ പോയി എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കാനുള്ള ബാധ്യത പോലും മാറി മാറി വന്ന ഒരു സർക്കാരും ഏറ്റെടുത്തിട്ടില്ല. എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിയില്ല. നിങ്ങൾ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് എഴുതി ചോദിച്ചു നോക്ക്, പിടിയില്ല. എവിടെയൊക്കെയുണ്ട്? ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇനിയും വന്നിട്ടില്ല. ഇപ്പോൾ ഇത് ഭണ്ഡാരത്തിൽ നിന്നുള്ള വരവ്, കുണ്ടികയിൽ നിന്നുള്ള വരവ്, അത് എണ്ണി തിട്ടപ്പെടുത്തുന്നതിന് പോലും ഒരു കറ തീർന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്യിച്ചിട്ടില്ല. അതിൽ നിന്നൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിനൊന്നും പ്രയാസമില്ല. കാരണം ഈ സ്ഥിരമായിട്ട് എണ്ണൽ വിദഗ്ധരെ വെച്ചിട്ട് എണ്ണേണ്ട കാര്യമില്ല. ഇത് വളരെ പ്രൊഫഷണലായിട്ടുള്ളവരെ വെച്ച് അവരെ കൊണ്ട് എണ്ണിക്കുകയും അത് എല്ലാം തന്നെ CCTV ക്യാമറയിൽ പകർത്തുകയും ഒക്കെ വേണം. അങ്ങനെ പകർത്തി കഴിഞ്ഞാൽ ആരെങ്കിലും എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഈ ഹുണ്ടിക അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ സീല് പൊട്ടിച്ച് അത് ചൊരിഞ്ഞു കഴിഞ്ഞാൽ ആ ഹുണ്ടികയിലുള്ള ഇത് മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തി അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി അത് വീണ്ടും സീല് ചെയ്ത് ബാങ്കിലേക്ക് പോകുന്നത് വരെയുള്ള ഈ നടപടിക്രമം തീർച്ചയായിട്ടും കുറ്റമറ്റതാക്കി ചെയ്യാൻ കഴിയും. അതിനൊരു പ്രൊഫഷണൽ സിസ്റ്റം ഇപ്പോൾ ഉണ്ട്. കാരണം ആ പ്രൊഫഷണൽ സിസ്റ്റം ഉള്ളത് കൊണ്ടാണല്ല ബാങ്കിൽ നിന്ന് കാശ് പോകാത്തത്. അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പോകേണ്ടതല്ലേ.
ബാങ്കിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ഇങ്ങനെ വെക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് കാശ് പോകാവുന്നതല്ലേ. പക്ഷേ ബാങ്കിൽ നിന്ന് കാശ് പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രൊഫഷണൽ സിസ്റ്റം അവിടെ മാനേജ്മെൻറ്റ് നടത്തുന്നതുകൊണ്ടാണ്. പിന്നെ അതിൽ നിന്ന് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് പക്ഷേ നമുക്കറിയാനും പറ്റും. ആ പ്രൊഫഷണലിസം എവിടെയൊക്കെ കുറഞ്ഞു പോകുന്നുണ്ടോ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള കൊള്ള നടക്കുന്നുണ്ട്. കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ കൊള്ള നടന്നത് ഈ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ലാതെ വന്നപ്പോഴാണ്. ഇപ്പോൾ ഇതിനൊരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. കാരണം ഇത് ഈ ഹുണ്ടികയിലുള്ളത് ഈ കാര്യം മുഴുവനും ഇത് ചെയ്തിട്ട് അത് സീൽ ചെയ്ത് അത് അവിടെ കൊണ്ടുവന്ന് അത് പൊട്ടിച്ച് എണ്ണി തിട്ടപ്പെടുത്തി ഓരോന്നോരോന്നായി മാറ്റി അത് രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് ക്ലീനായിട്ട് കഴിഞ്ഞ് ഇവർ പോയി കഴിയുമ്പോഴേക്കും ഇവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയും കൂടി വേണം. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്തി കഴിയുമെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം വരെ അവരെല്ലാം അവിടെ തന്നെ ഉണ്ടാകണം. അവരാ ഫ്രിസ്കിങ് നടത്തിയിട്ട് ഒക്കെ വേണം വിടാനായിട്ട്. അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഹുണ്ടിക എണ്ണുമ്പോൾ തട്ടിയെടുക്കാൻ കഴിയാതെ പോകും. ഇപ്പം അങ്ങനെയല്ല, ശബരിമലയിൽ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാറ്റിക്കൊണ്ടിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ എത്ര ദുർബലമായ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ശബരിമലയിൽ ഈ ഹുണ്ടികയിൽ നിന്നുള്ള പണം എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അടച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും അവർ പോയിട്ട് ഇങ്ങനെ മണി ഓർഡർ അയച്ചുകൊണ്ടിരുന്നു എണ്ണാൻ വേണ്ടി വരുന്നവൻ. ഈ എണ്ണാൻ വേണ്ടി വരുന്നവനെ ശിങ്കിടികളെയാണ് വിളിച്ചു വരുത്തുന്നത്. അവരവരുടെ ശിങ്കിടികളെ വിളിച്ചു വരുത്തിയിട്ടാണ് എണ്ണിക്കുന്നത്. അപ്പോൾ ഈ ശിങ്കിടികൾ മോഷ്ടിക്കുന്നു. അപ്പോൾ ഇതൊരു കുറ്റമറ്റ രീതിയിലുള്ളൊരു സിസ്റ്റമാക്കി ഇത് ഡെവലപ്പ് ചെയ്യിക്കാൻ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഒരാൾക്കും താല്പര്യമില്ല. ഗവൺമെൻറ്റിന് താല്പര്യമില്ല, മന്ത്രിക്ക് താല്പര്യമില്ല, ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് താമസമില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമേ ഇല്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ഭൂമിയുടെ കയ്യേറ്റവും നടന്നിരിക്കുന്നത്. അതത് കാലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ പ്രമാണിമാർക്ക് വശംവദരായിട്ടാണ് നിൽക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും ക്ഷേത്രങ്ങളുടെ ഭൂമി കൈവശം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കണ്ട ഒരു ചിത്രം എന്താണെന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിലെ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ അഭയം പ്രാപിച്ചിരിക്കുന്നത് തങ്ങളെയാണ്. ഒന്നാലോചിച്ച് നോക്ക്, എങ്ങനെ ശരിയാകും? അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് ഭാരവാഹികളും എല്ലാം ഒന്നിച്ച് ചേർന്നിട്ടാണ് ദേവസ്വം ഭൂമി അന്യാധീനപ്പെടുത്തിയിരിക്കുന്നത്. പുറത്തുനിന്നൊരാൾ വന്നാൽ മാത്രം അത് പറ്റില്ല, ഇവരുടെ കൂട്ട് നിൽക്കുന്നത് കൂടിയുണ്ട്. അങ്ങനെ പ്രമാണിമാരായ വ്യക്തികളും സംഘങ്ങളും വരികയും അവർക്ക് കൂട്ട് നിന്നുകൊണ്ട് ഇവരിത് കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ കാര്യത്തിൽ ദേവസ്വത്തിൻ്റെ ഭൂമി ദേവസ്വത്തിന് തിരിച്ചു കിട്ടണം. അത് ഏത് പ്രമാണി ഏത് രീതിയിൽ കൈയടക്കി വെച്ചിട്ടുണ്ടോ ആ കൈയടക്കി വെച്ചിട്ടുള്ള കുറ്റവാളികളെ അതിൽ നിന്ന് മാറ്റി ഭൂമി തിരിച്ചെടുക്കണം എന്നതാണ് അതിൻ്റെ ശരിയായ മാർഗം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.